സീറോ മലബാർ സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന സമുദായ ശാക്തീകരണ വർഷം 2026 ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പ്രൗഢോജ്വല തുടക്കം. കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി ഓഡിറ്റോറിയത്തിലെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ നഗറിൽ നസ്രാണി പാരമ്പര്യത്തിനമേൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറിയിൽ സമുദായ വർഷാചരണത്തിന് ദീപം തെളിച്ചു. സമുദായബോധം അഭിമാനബോധമാണ്. അപകർഷതയിൽ നിന്നുളവാകുന്നതാണ് വർഗീയത എന്ന് പറയുന്നത്. ഞങ്ങളെ ആരോ ഉപദ്രവിക്കാൻ കരുതുന്നു, നമ്മളെല്ലാവരും കൂടി മറ്റുള്ളവരെ ആക്രമിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെയുള്ള അപകർഷതയിൽ നിന്നാണ് വർഗീയത ഉളവാകുന്നതെങ്കിൽ സമുദായബോധം അഭിമാനബോധത്തിൽ നിന്നുളവാകുന്നതാണ്. സമുദായബോധം അഭിമാനബോധമാണെന്നും സമുദായ ശാക്തീകരണം മറ്റാർക്കും എതിരല്ലെന്നും മാർ തോമസ് തറിയിൽ അഭിപ്രായപ്പെട്ടു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ച് സഭയുടെ മുഴുവൻ നന്മയും മറച്ചു കളയുന്ന പരിശ്രമങ്ങൾ ഈ സാമൂഹിക മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ നമുക്കറിയാം നമ്മുടെ സഭ എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് എമരിറ്റിസ് മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മുടെ സമുദായങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നസ്രാണി സമുദായത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ചരിത്രത്തിൽ അടുത്ത കാലം വരെയും അറിയപ്പെട്ടിരുന്നത് അങ്ങനെയായിരുന്നു. നസ്രാണികൾ, മാർത്തോമാ നസ്രാണികൾ, ആ പേരിന് ഒരേ പൗരാണികത്വമുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കായുള്ള പഠന കമ്മീഷൻ ചെയർമാനായിരുന്ന റിട്ടയർഡ് ജസ്റ്റിസ് JB കോശി മുഖ്യാതിഥിയായിരുന്നു. ഇന്ന് ഈ സമ്മേളനം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, സ്വർഗത്തിലിരുന്ന് കാണുന്ന പൗവത്തിൽ പിതാവാണ്. ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പള്ളിയിൽ ഇരുന്നവരുടെ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ലേ? അതിന് നമ്മൾ ശ്രമിക്കണം. ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ശാക്തീകരണത്തിൻ്റെ സമ്മേളന വേദിയിലായിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റൂബൽ ഡായ് സാറാണ്. റൂബൽ ഡായ് സാർ, ഈ സമുദായ ശാക്തീകരണം നമ്മുടെ സമുദായത്തെ, പ്രത്യേകിച്ച് അൽമായരെ എത്രത്തോളം ശക്തിപ്പെടുത്തുമെന്നാണ് അങ്ങ് കരുതുന്നത്? എൻ്റെ ഒരു വീക്ഷണത്തിൽ സഭ ഉണരണമെങ്കിൽ അൽമായർ ഉണരണം എന്നുള്ളതാണ്. അപ്പോൾ ചോദിച്ചേക്കാം, അൽമായർ ഉറങ്ങുകയാണോ എന്ന്. അൽമായർ ഉറങ്ങുകയല്ല, മയങ്ങുകയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആ മയങ്ങുന്ന അൽമായരെ ഉണർത്തേണ്ടത് സഭയുടെ മുൻപോട്ടുള്ള ഗമനത്തിന് അത്യാവശ്യമാണ്. നസ്രാണി തനിമ വിളിച്ചോതുന്ന ഒരു നസ്രാണി സംഗമമാണ് ഇന്ന് കുറുമ്പനാടത്ത് നടക്കുന്നത്. നസ്രാണി തനിമ, നസ്രാണി വേഷം, നസ്രാണി ഭക്ഷണം, നസ്രാണി കലാരൂപങ്ങളെല്ലാം തന്നെ ഈ ഒരു സാംസ്കാരിക തനിമയിലുണ്ട്. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട തുരുത്തി മർത്തുമറിയം ഫൊറോന പള്ളിയുടെ വികാരിയച്ഛൻ, പെരിയ ബഹുമാനപ്പെട്ട ചീരമ്പേലിയച്ഛൻ നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ സമുദായത്തിൻ്റെ തനതായ കലാരൂപം മാർഗംകളി തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരെയും ജ്വലിപ്പിക്കുന്ന, സഭയോടുള്ള, നമ്മുടെ സമുദായത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. ഈ വേഷത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? വേഷത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരായ നമ്മുടെ വല്യമ്മച്ചിമാരിട്ടിരുന്ന വേഷമാണ്. അതിപ്പം നമ്മൾ മൺമറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ അതിപ്പം ധരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം, പണ്ടത്തെ വല്യമ്മമാരെയും പൂർവികരെയൊക്കെ ഓർക്കുന്നതായിട്ട് തോന്നുന്നു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട് ആമുഖ പ്രഭാഷണവും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മാർഗനിർദ്ദേശ പ്രഭാഷണവും നടത്തി. യുവദീപ്തി SMYM ഡയറക്ടർ റവറന്റ് ഡോക്ടർ സാവിയോ മാനാഡ് പതാക ഉയർത്തി. കുറുമ്പനാടം ഫൊറോന പള്ളി വികാരി റവറന്റ് ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ, അതിരൂപത PRO അഡ്വക്കേറ്റ് ജോജീബ് ചിറയിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ രേഖ മാത്യൂസ്, അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ, സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കവയലിൽ, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത സെക്രട്ടറി ബിനു ഡൊമിനിക്, ഫാദർ ജേക്കബ് കാട്ടടി എന്നിവർ പ്രസംഗിച്ചു.